ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 11:30 മണിയായിട്ടുള്ളൂ. പുറത്ത് അടിപൊളി മഴ, അടിപൊളി 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 മഴ, ഭയങ്കര മഴ കേട്ടോ. ഷീറ്റിൽ നിന്ന് വീഴുന്ന വെള്ളമാണ് ഇവിടെ ആ ഫോഴ്സിൽ വീഴുന്നത്. കാണുമ്പോൾ പറയാം മഴയുടെ ശക്തി, പക്ഷെ വീഡിയോയിൽ അത്രയും ശക്തി കാണുന്നില്ല. നല്ല ശക്തിക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോ എനിക്കൊരു ആഗ്രഹം, ഇന്നലെ ചീമയുടെ വീട്ടിൽ പോയപ്പോ അവിടെ ആന്റി കളിയുടയ്ക്ക എന്താണെന്ന് അറിയോ? നമ്മുടെ ട്രിവാൻഡ്രത്തെ കളിയുടയ്ക്കാന്ന് പറയും. അയ്യോ, എന്റെ എണ്ണ എല്ലാം കൂടി ചൂടായല്ല. കളിയുടയ്ക്കാന്ന് പറയും. നമ്മുടെ പേളി മാണിയും സാബു മോനും കൂടി, സാബു ചേട്ടനും കൂടി, പേളി മാണിയും സാബു ബിഗ് ബോസില് വൈറലാക്കിയ ഒരു സാധനമുണ്ട്, കളിയുടയ്ക്ക. അതിട്ട് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തത്. ആ സാധനം എന്റെ വീട്ടിലുണ്ടാക്കും കേട്ടോ. പൊട്ടിത്തെറിക്കാണ്ടുണ്ടാക്കും. ഇതിപ്പോ ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കാണ്. പൊട്ടിത്തെറിക്കില്ലെന്ന് അറിയില്ല, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാൻ ഈ സാധനം ഫസ്റ്റ് ടൈം ആട്ടോ, അതുകൊണ്ട് പൊട്ടിത്തെറിക്കൊന്നും അറിയത്തില്ല. ഞാൻ എണ്ണ ചൂടാവാൻ വച്ചിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് വന്നത്. കുറച്ച് മാവേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കൊതിയായി. അങ്ങനെ ഞാൻ അമ്മയെ വിളിച്ച് എങ്ങനെ ഉണ്ടാക്കണത്, പൊട്ടിത്തെറിക്കാണ്ട് എങ്ങനെ ഉണ്ടാക്കും എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു തന്നു. ഇനി ഇത് പൊട്ടിത്തെറിക്കോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഉണ്ടാക്കിയ ബോൾസ് കുറച്ച് വലുതായി പോയി. അവിടെ വീട്ടിൽ അമ്മ എല്ലാ വർഷവും ഓണത്തിനൊക്കെ, ഇപ്പൊ കാലൊന്നും സുഖമില്ലാത്തുണ്ട് കേട്ടോ, ഉണ്ണിയപ്പം, കളിയുടയ്ക്ക, കുറെ സ്നാക്സ്, മരിച്ചിനി, കപ്പ വറ്റല്, ഇതൊക്കെ അമ്മ ഉണ്ടാക്കുമായിരുന്നേ. ഇപ്പൊ കാലൊന്നും സുഖമില്ലാത്തോണ്ട് ഉണ്ടാക്കലില്ല. പൊട്ടിത്തെറിച്ചില്ല. അപ്പൊ അമ്മ പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? ഇടിയപ്പത്തിന്റെ മാവില്ലേ, അത് നല്ല ചൂട് വെള്ളത്തിൽ, തിളയ്ക്കുന്ന വെള്ളത്തിൽ തന്നെ കുഴക്കണം. പച്ച വെള്ളത്തിൽ കുഴയ്ക്കുമ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത്. മാത്രമല്ല, ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. ലൂസ് ആയാലും പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞേ. അതിലേക്ക് ലേശം തേങ്ങയും ജീരകവും കൊച്ചുള്ളിയും കൂടി ചതച്ചിടാൻ പറഞ്ഞു, ഉപ്പും. ഞാൻ അതുപോലെ ഉണ്ടാക്കി, പൊട്ടിത്തെറിച്ചില്ല കേട്ടോ. പക്ഷേ എന്റെ ബോൾസ് കുറച്ച് വലുതായിപ്പോയി. കുഞ്ഞു ബോൾസ് ആണ് നല്ലത്. ഞാൻ പിന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് വലിയ ബോൾസ് ഉണ്ടാക്കി. ആകെ അത്ര മാവേ ഉണ്ടായിരുന്നുള്ളൂ. ആ മാവിന് ഞാൻ ഉണ്ടാക്കി. ഞാൻ ഈ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? പുറത്ത് നല്ല മഴ, ഒന്നും കേൾക്കാൻ ചാൻസ് ഇല്ല. കണ്ടോ, ഇത്രയും വലിയ ബോൾസിന്റെ ആവശ്യമില്ലേ. ഭയങ്കര സ്മോൾ ആയിട്ടുള്ള ബോൾസ് ആണ് കളിയുടൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്നലെ ഞാൻ ചീമയുടെ അവിടെ പോയപ്പം ആന്റിയും ഇതുപോലെ ഇത്രയും വലിയ ബോളിലാണ് ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തോ എനിക്ക് ഇന്ന് ഇങ്ങനെ ഇരുന്നപ്പോ മഴയും കൂടെ പെയ്യുന്നുണ്ടപ്പോഴേ അങ്ങ് കൊതിയായിട്ട് പാടില്ല. പെട്ടെന്ന് അമ്മയെ വിളിച്ചുള്ള മാവില് ശകലം തേങ്ങയും കൊച്ചുള്ളിയും ജീരകവും എല്ലാം കൂടെ ചതച്ച് ചൂട് വെള്ളം ചൂടാക്കി മിക്സ് ചെയ്തെടുത്തു. എന്തായാലും അത് സക്സസ് ആയെന്നാണ് തോന്നുന്നത്. കഴിച്ചിട്ട് പറയാവേ. ഈ ഒരു കളറിൽ ഒരു നല്ല ഓറഞ്ച് കളർ, ഒരു ചന്ദന കളർ, ഈ ഒരു കളർ, ഞാൻ നല്ല യെല്ലോ ഓറഞ്ച് കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാവേ. കുറച്ചായത് കൊണ്ട് പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ വെള്ളം ചൂടാക്കി മിക്സ് ചെയ്തു, ബോൾസ് ആക്കി. ദേ അത് വറുത്തു എടുത്തു. കുറച്ചായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന് ഫുള്ള് നിൽക്കും. വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരുപാട് ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് ബോക്സിലാക്കി വെക്കും, കുറേശ്ശെ എടുത്ത് കഴിക്കും. ചിമ്മ പുറത്തുനിന്ന് പഠിക്കുമ്പോഴൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം ഇത് ഉണ്ടാക്കി കൊടുത്ത് അയച്ചിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ചിലരിതിൽ ശർക്കരയോ കരിപ്പൊട്ടിയൊക്കെ ഇട്ട് സ്വീറ്റ് ആയിട്ടുള്ള കളിയുടൊക്കെ ഉണ്ടാക്കും. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇത് കളിയുടയ്ക്കാണ്. നിങ്ങളുടെ നാട്ടിൽ ഇത് എന്ത് പറയും എന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, റെഡി. ഇത് കടുപടേ ഇരിക്കും കേട്ടോ. എത്ര പെട്ടെന്ന് കളിയുടയൊക്കെ റെഡിയായി. മഴയത്ത് ചൂടോട് കൊണ്ടുവച്ച് കഴിക്കാനാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ മഴ കഴിഞ്ഞു. കളിയുടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും മഴ കഴിഞ്ഞു. ആക്ച്വലി ഇതിന്റെ റെസിപ്പി ഞാൻ ഇടാത്തത്, ഇത് പൊട്ടിത്തെറിക്കോ ഇല്ല എന്നോ ഒരു ഐഡിയ ഇല്ലല്ലോ. പൊട്ടിത്തെറിക്കാൻ എനിക്ക് നാണക്കേടില്ലേ എന്ന് കരുതിയാണ് റെസിപ്പി ഇടാത്തത്. പക്ഷെ അത് സക്സസ് ആയി. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ റെസിപ്പി ഇടാവേ. ചൂട് പക്ഷെ കൊള്ളാം. കൊതിക്കും വേണ്ടി ഉണ്ടാക്കി. ഉപ്പ് കുറവ് കേട്ടോ, ഉപ്പ് നല്ല കുറവ്. കുറച്ചുകൂടെ കുഞ്ഞു ബോൾസ് തന്നെ നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നത് അമ്മയുടെ പരിഷ്കാരമാണെന്ന് തോന്നി. കൊച്ചുള്ളിയും ജീരകവും, കൊച്ചുള്ളി തേങ്ങ ഇടും, പക്ഷെ കൊച്ചുള്ളി ഇത് അമ്മയുടെ പരിഷ്കാരമാണെന്ന് തോന്നുന്നു. ഈ ടേസ്റ്റ് അല്ല നമ്മുടെ അവിടെ വീട്ടിലുണ്ടാക്കുന്ന കളിയുടയ്ക്ക. ഇതിന് 2-3 എണ്ണം വേദയ്ക്കും വെച്ചിരിക്കണം.
അങ്ങനെ കളിയുടക്കൊക്കെ കഴിച്ചിരുന്നപ്പോഴേക്കും വേദ വന്നു. എന്നിട്ട് വേദ ട്യൂഷന് വിട്ട ശേഷം ഞാൻ നെട്ടയത്ത് വന്നു. നെട്ടയത്ത് ഇന്ന് വാവല്ലേ, അപ്പോൾ വാവ് സദ്യ, കർക്കിടക വാവ് സദ്യ കഴിക്കാനായിട്ട് വന്നതാണ്. തലേ ദിവസമേ വന്നു കേട്ടോ, ഇന്നലെ വന്നു. അപ്പോൾ വേദ ട്യൂഷനാക്കിയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇത് അമ്മയുടെ ഫ്രണ്ടാണ് കേട്ടോ. ആൻറ്റിയുടെ പേര് സുലുകുമാരി എന്നാണ്, തങ്കച്ചി എന്നൊക്കെ കേട്ടോ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആൻറ്റി എൻ്റെ നിന്ന് ഒരു നമ്മുടെ കോട്ട് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ കറി. അപ്പോൾ അത് പേയ്മെൻ്റ് എല്ലാം ചെയ്തു. കുറേ ദിവസമായി അന്ന് വന്നതിൻ്റെ അന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇതുവരെ ആൻറ്റി വന്ന് എടുത്തിട്ട് പോയില്ലായിരുന്നു. എനിക്ക് കൊണ്ടു കൊടുക്കാനുള്ള സമയവും കിട്ടിയില്ല. അങ്ങനെ ആൻറ്റി വാങ്ങാനായിട്ട് വന്നതാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് അച്ഛന് ഓണക്കോടിയൊക്കെ കൊണ്ടാണ് വന്നത്. അമ്മയ്ക്ക് ഓൾറെഡി നമ്മുടെ വസ്ത്രം സാരി കൊടുത്തു. അച്ഛനൊരു മുണ്ടും ഷർട്ടും പിന്നെ കുഞ്ഞിക്കുള്ള ഡ്രസ്സുകളും അതിനകത്തേക്ക് ഇരിക്കുക കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്ത് കൊടുത്തു. അച്ഛനെ വീഡിയോ കോൾ വിളിച്ചിട്ടാണ് ഇത് കൊള്ളാവോ ഇഷ്ടമായോ എന്നൊക്കെ ചോദിച്ചു. ആ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട് പോകാൻ, അയ്യേ ഇതല്ലല്ലോ ഞാൻ പറഞ്ഞ കളർ, ഇതല്ല എനിക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മറ്റേ ആൻറ്റിയുടെ കാര്യം പറഞ്ഞു വന്നത്, ആൻറ്റി നമ്മുടെ നിന്ന് സാരിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നേ എൻ്റെ നിന്ന് ചെട്ടിനാട് സാരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുത്തു. ഇതെനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറയും കുഴപ്പമില്ല, ഇവിടെ വെച്ചിരുന്നാൽ മതി, എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. അന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇപ്പോഴാട്ടോ ആൻറ്റി വന്ന് വാങ്ങുന്നത്. അപ്പം ആൻറ്റിയുടെ ഹസ്ബൻഡ് അങ്കിള് അവരുടെ ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ എൻ്റെ എന്നാൽ കോഡ് സെറ്റ് വാങ്ങിയ കേട്ടോ. ഇതാണ് നമ്മുടെ കോഡ് സെറ്റ്. ചിക്കൻ കാരി, ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡൊക്കെ വരുന്ന ചിക്കൻ കാരി. ഇത് ഒരുപാട് പേര് ചോദിച്ച ഒരു പീസാണ് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിതിൻ്റെ എല്ലാ കളേഴ്സും എടുത്തതിൽ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു ഇത്. പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്തു. ഇനി ചിക്കൻ കറിയിൽ ബ്ലാക്കിൽ 1-2 സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. മെറൂൺ, പിങ്ക്, യെല്ലോ എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ സാധനമൊക്കെ വാങ്ങി ആൻറ്റി കുറച്ച് സമയം ഇരിക്കാനായിട്ട് വന്നതാണ്. പക്ഷെ ഞങ്ങൾ വേറൊരു വഴിക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അതായത് അമ്മയുടെ ഒരു മാമനില്ലേ, നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ പറയാം അപ്പൂപ്പനാണ്, പക്ഷെ അപ്പൂപ്പനെന്ന് വിളിക്കാൻ തോന്നില്ല എന്ന് പറയുമ്പോൾ ആ മാമൻ്റെ വീട്ടിലൊന്ന് പോകണമായിരുന്നു. നമ്മുടെ ഇവിടെ നെട്ടയത്ത് തന്നെ കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങി നിന്നപ്പോഴാണ് ആൻറ്റി വന്നത്. പിന്നെ ആൻറ്റി നമ്മൾ പോകാൻ ഇറങ്ങി നിൽക്കുന്നത് കണ്ടതുകൊണ്ട് ആൻറ്റി പെട്ടെന്ന് തന്നെ പോയി. എന്നിട്ട് ഞങ്ങൾ നെട്ടയത്ത് വന്നു. ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വേദയ്ക്ക് 6:30 ട്യൂഷന് കഴിയും. അതിന് മുന്നേ അവിടെ പോയിട്ട് വരണം കേട്ടോ. ഞങ്ങളങ്ങനെയാണ് ഇറങ്ങിയത്. ആക്ച്വലി ഈ മാമനൊക്കെ നമ്മൾ ചുള്ളിമാനൂരാട്ടോ ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്നത്. അപ്പോൾ മാമനൊക്കെ അവിടെ നിന്ന് മാറിയിട്ടാണ് ഇങ്ങോട്ടേക്ക് താമസമായത്. പക്ഷേ വീടറിയില്ല. ശരിക്കും അമ്മയുടെ മാമനാണ്. പക്ഷേ എനിക്ക് അപ്പൂപ്പനാണ്. എനിക്ക് അപ്പൂപ്പനെന്ന് വിളിക്കാൻ തോന്നത്തില്ല. അത്രയ്ക്ക് ഏജൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് മാമൻ തന്നെ കേട്ടോ. രവി മാമൻ എന്നാണ് പേര്. രവി മാമൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരിപ്പോൾ നെട്ടയത്താണ് താമസിക്കുന്നത്. ഇതുവരെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ മാമൻ വന്നപ്പോൾ ഇങ്ങനെ അച്ഛനോട് എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അച്ഛനൊരു ഐഡിയ ഉണ്ട്. അങ്ങനെ ആ സ്ഥലത്തേക്ക് നമ്മൾ പോയി. പക്ഷേ വീട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഐഡിയയും കിട്ടുന്നില്ല. മാമനെ 2-3 പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല കേട്ടോ. അങ്ങനെ കാറൊക്കെ കൊണ്ട് ഈ ഒരു ഏരിയയിൽ 2-3 പ്രാവശ്യം കറങ്ങിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കാറ് ആ റോഡിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇറങ്ങി നടന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ മാമനെ ഫോണിൽ കിട്ടി. എന്നിട്ട് വഴിയെല്ലാം പറഞ്ഞു തന്നു. ഞങ്ങൾ കാറും കൊണ്ടുപോയി എവിടെ ഇട്ടാണോ തിരിച്ചത് അവിടെ ആയിരുന്നു സ്ഥലം കേട്ടോ. അവിടെ നിന്ന് തിരിച്ച് റോഡിൽ കൊണ്ടിട്ടുണ്ട്. പിന്നെ എടുക്കാനൊന്നും നിന്നില്ല. അമ്മയ്ക്ക് മുട്ട് പ്രശ്നമുള്ളതുകൊണ്ട് വീടിൻ്റെ ഒരു സ്റ്റെപ്പ് പോലും ഇറങ്ങത്തില്ല. അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, ഇപ്പം കാലിനൊന്നും പ്രശ്നമില്ലേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് കാലിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് പോവേണ്ട സ്ഥലങ്ങളിൽ പോവാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ വഴിയെല്ലാം കണ്ടുപിടിച്ചു. കുറച്ച് സമയം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. നമുക്ക് ഒരു ആവശ്യത്തിന് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവുന്നവർ നമുക്കെപ്പോഴും പ്രിയപ്പെട്ടവരായിരിക്കും അല്ലേ. എന്താവശ്യങ്ങൾക്കും ഒരു മടിയും കൂടാതെ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും മാറ്റിവെച്ചിട്ടൊക്കെ വരാറുണ്ട്. കാരണം കുഞ്ഞിയുടെ നൂലുകെട്ടിനൊക്കെ അവർക്ക് അർജൻറ്റായിട്ടുള്ള ഒരു കേസ് ഉണ്ടായിട്ട് പോലും അവളുടെ നൂലുകെട്ടിന് വരെയും പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളതൊന്നും കണ്ടില്ല എന്ന് വയ്ക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പോയത് കേട്ടോ. എന്നിട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞില്ലേ വേദ ട്യൂഷനാക്കിയിരിക്കുന്നതുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന ശേഷം പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞാൻ അച്ഛനും അമ്മയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് വേദയെ വിളിക്കാനായിട്ട് പോയത്. കടയിൽ കയറി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കടല കൊണ്ടുള്ള ബ്രൗണി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കൊക്കോ പൗഡർ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ കയറിയതാണ്. അപ്പോൾ ചിപ്സും ശർക്കര വരട്ടിയൊക്കെ സദ്യയ്ക്ക് വേണ്ടേ, അത് വീട്ടിൽ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ അതും വാങ്ങി. പിന്നെ മിൽമയുടെ പേട കണ്ടപ്പോൾ വേദയ്ക്ക് അത് കൂടിയേ തീരത്തുള്ളൂ. പണ്ടൊരു സമയത്ത് മിൽമയുടെ പേട എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. പിന്നെ ഇപ്പോൾ അത് കഴിച്ച് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴേക്കും ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ. നാളെ അതായത് ഇന്ന് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്കുള്ള പരിപാടികളാണ്. അമ്മ എത്ര വയ്യെങ്കിലും വിഷുവിനും വാവിന് ഓണത്തിനൊക്കെ സദ്യ ഒരുക്കാറുണ്ട്. നമ്മൾ വിഷുവിനൊക്കെ സദ്യ ഒരുക്കാറുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലും വിഷുവിന് അങ്ങനെ സദ്യയൊന്നും ഒരുക്കാറില്ല.
പക്ഷെ ആ സദ്യ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദല്ലേ. വാവിന് ഞാൻ എവിടെ പോയാലും ഇവിടെ വന്ന് സദ്യ കഴിക്കാറുണ്ട്, കർക്കിടക വാവിന്. കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പൂപ്പൻ അമ്മൂമ്മമാർക്ക് അല്ലെങ്കിൽ പൂർവികർക്ക് നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിനൊരു പങ്ക് ചേരാൻ ചെല്ലുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് വാവിന് പിന്നെ എപ്പോഴും നമ്മളിങ്ങോട്ടേക്ക് വരാറുണ്ട്. പിന്നെ ഓണത്തിനൊക്കെ ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് വരാറുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്ന് കഴിച്ചിട്ട് നമ്മൾ തിരുപ്പതിയിൽ പോവേണ്ടായില്ലേ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ വാവ് ബലി ഇടുന്നതിൻ്റെ തലേ ദിവസം ഒരിക്കലല്ലേ. അപ്പോൾ പണ്ടൊക്കെ അച്ഛനൊക്കെ ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അച്ഛനെ കൊണ്ടൊന്നും അങ്ങനെ പറ്റത്തില്ല. അമ്മ അങ്ങനെ ആയിരുന്നു കേട്ടോ. വൈകുന്നേരം എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കഴിക്കത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും വേണമെന്ന് കരുതിയിട്ട് ടാബ്ലറ്റ്സും ഷുഗറും ഒക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കിടക്കും. അങ്ങനെ കപ്പയാണ് ഇന്ന് വൈകിട്ടത്തേക്കുള്ള ഫുഡും കഴിച്ചിട്ട് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം അമ്മ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വയ്ക്കുകയാണ്. കാരണം അമ്മ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മയ്ക്ക് നിന്നെ ഉറക്കം കാണില്ല കേട്ടോ, 12 മണിയായിട്ട് തുടങ്ങും. നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ സദ്യ കഴിക്കാനുള്ള കാര്യങ്ങളാവും. എന്തായാലും വാവ് സദ്യയൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ.